ചികിത്സിക്കാൻ പറ്റുക? അതിന് കർമ്മം മാത്രമേ രക്ഷയുള്ളൂ, ബോധവൽക്കരണം നടക്കത്തില്ല. ഇതിന് ആയുർവേദ ഡോക്ടർമാർ വന്ന വഴി തിരിച്ചു പോയിട്ട് അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നുള്ള ഒരു ചാണക്യ തന്ത്രം മാത്രമേ ഇവിടെ നടക്കും. അത് വളരെ പെട്ടെന്ന് സാധ്യമാകുന്നതാണ്. അതിന് അവർക്ക് ആയുധങ്ങൾ കൊടുത്താൽ മതി. എന്താണത്? ഗുണപ്രാപ്തിയുള്ള മരുന്നുകൾ. അത് കൃഷി ചെയ്യാൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾ വീണ്ടും ഞാൻ പറയുന്നത്, ജാതിമത പാർട്ടിയുടെ മന്യേ ജനങ്ങൾ ഒന്നിച്ച് ഇത് രാഷ്ട്രീയ സേവനമായി മുന്നിൽ കണ്ട് കൃഷിക്കാർ ഓർഗാനിക്കായിട്ട് മരുന്ന് കൃഷി ചെയ്ത് കോളനികളും സർക്കാരുകളും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് മരുന്ന് കൃഷി ചെയ്ത് അത് സാധ്യമാകണമെങ്കിൽ ഒരാൾ വിചാരിച്ച പറ്റില്ല. അതിനൊരു ഗ്രൂപ്പ് ആയുർവേദ ഡോക്ടർമാർ ആവശ്യക്കാരായിട്ട് വരണം. അവർക്ക് അതിന് ആവശ്യം തോന്നിക്കുകയും അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ 1-2 വർഷം കൊണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് നടത്തിയെടുക്കാൻ സാധിക്കും. അതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 30 വർഷത്തെ എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ തെളിവുകളാണ്, ഒരു ശേഷിപ്പുകളുമാണ്. അത് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളൊരു വലിയ സ്വപ്നമാണ് എനിക്ക് ഉള്ളത്. അടുത്ത തലമുറ മാത്രമാണ് എനിക്ക് ടാർഗറ്റ്. അപ്പോൾ ഇനിയും ചികിത്സ തുടങ്ങാൻ പോകുന്ന ആയുർവേദ ഡോക്ടർമാർ ഈ പതിവ് പലവി ആവർത്തിക്കാതെ അങ്ങ് പറഞ്ഞ ആ വഴിയിൽ കൂടെ മൂല്യശോഷണം തിരിച്ചറിയുകയും. അത് എനിക്കിപ്പോഴും ഞാൻ ചോദിക്കുകയാണ്, ആ മൂല്യശോഷണത്തിൽ അങ്ങ് പറയുന്നതുപോലെ തിരിഞ്ഞു നടക്കുക എന്നുള്ളത് വളരെ എളുപ്പമെന്ന് സാധിക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വരെ പറഞ്ഞതും കേട്ടതും ചെയ്തതിനെ മുഴുവൻ മാറ്റി വെച്ചിട്ട് തിരിഞ്ഞു നടക്കാനാണ് പറയുന്നത്. അപ്പം നമുക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ നമുക്ക് സമൂഹം എന്ന് പറയുന്ന, സമാജം എന്ന് പറയുന്നത്, നമ്മളെ ആശ്രയിക്കുന്ന, നമ്മൾ പഠിച്ചതും നമ്മുടെ ശിഷ്യന്മാരും ഗുരുക്കന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞതെല്ലാം നമ്മൾ തിരിച്ചു നടക്കേണ്ടത്. അത് പെട്ടെന്ന് ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമാണോ? തീർച്ചയായിട്ടും സാധ്യമാണ്. ഇങ്ങനെ ഇടപെടലുകൾ നടത്തുമ്പോൾ എതിർപ്പുകൾ ആണ് വിഷയം. എതിർപ്പ് വിധികളുണ്ടായിരുന്നു. അതിന് കാരണം ശാസ്ത്രം പ്രവർത്തനമാണ് എന്ന് പഠിപ്പിച്ച ചെറിയ വിദ്യാലയ തലങ്ങൾ, ലൈക്ക് നമ്മൾ ശാസ്ത്രം പ്രവർത്തനമാണ് എന്നാണ് നമ്മൾ സയൻസ് പഠിപ്പിക്കുമ്പോൾ പറയുന്നത്. സയൻസും ടെക്നോളജിയും ഒരുമിച്ചാക്കി. കോമൺ സെൻസിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നു. ഓക്കെ, ശാസ്ത്രം പ്രവർത്തനമാണെന്ന് 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും 4ാം ക്ലാസ്സും 5ാം ക്ലാസ്സും ഒക്കെ പഠിപ്പിച്ചുകൊണ്ട് വന്ന ഒരു അധ്യാപന സമൂഹം സയൻസ് അഥവാ ശാസ്ത്രത്തെ പ്രകൃതി ശക്തികളെ മനസ്സിലാക്കാനും പ്രകൃതി നിയമങ്ങളെ മനസ്സിലാക്കുവാനും ഗുരുത്വം പോലെയുള്ള ഭൗതിക സിദ്ധാന്തങ്ങൾ മനസ്സിലാക്കാനും ചെടികളുടെ പ്രകാശ വിശ്ലേഷണം പോലെയുള്ള പ്രതിഭാസങ്ങളുമായി കൗതുകത്തോടെ മനസ്സിലാക്കാൻ നമ്മുടെ ചുറ്റും എന്താ നടക്കുന്നതെന്നൊക്കെ ധരിപ്പിക്കാൻ, കുട്ടികളെ പഠിപ്പിക്കാൻ. ചെടികൾക്കും ജീവനുണ്ട്, അതിനെ നശിപ്പിക്കരുത്. വനം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അൾട്ടിമേറ്റ്ലി ഇത്തരം ഒരു വലിയ സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ സ്കൂളുകളിൽ പഠിപ്പിച്ചുകൊണ്ട് വരുന്ന സയൻസ് വിനിയോഗിച്ചിരുന്നത്. പിന്നീട് അത് അതിന് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു R&D പ്രൊഡക്റ്റിലേക്ക് വന്നപ്പോൾ ഈ പേര് ഉപയോഗിച്ച് സയൻറ്റിഫിക് എന്നാക്കിയെടുക്കുകയും മറ്റൊരു രീതിയിൽ പാരലായിട്ട് ഒരു വൈദ്യശാസ്ത്ര ശാഖയെ പരിപോഷിപ്പിച്ചുകൊണ്ട് രോഗസിദ്ധാന്തങ്ങളെ മറ്റൊരു രീതിയിൽ മെനഞ്ഞെടുത്ത് രോഗങ്ങളെ സൃഷ്ടമാക്കിയോ ഇല്ലാത്ത രോഗത്തെ ഉണ്ടെന്ന് വരുത്തി തീർക്കുകയോ അവസാനം ആ രോഗമായി മാറുകയോ ചെയ്യുന്ന ഒരു വിദേശാധിപത്യമാണ് ഇത്തരം ചികിത്സകളിലെ ദുരന്തം. അപ്പം ഇവിടെ പറഞ്ഞു വരുന്നത് സയൻസും ടെക്നോളജിയുമാണ് വിഷയം. ടെക്നോളജി വേറെ, സയൻസ് വേറെ. ഒരിക്കലും അത് ചേർത്ത് വാക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യരുത്. ജീവനുള്ള ശരീരവും ടെക്നോളജിയുമായിട്ട് ബന്ധമില്ല. ബയോടെക്നോളജി ഒരു തെറ്റായ ആപ്ലിക്കേഷനാണ്. അതിന് ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് ഒരു റീവാലിഡേഷനോ ഡോക്യുമെന്റേഷനോ നടത്താവുന്ന അപ്പുറത്തേക്ക് ഒരു പ്രകൃതി സത്യത്തെ ബയോടെക്നോളജി മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഒന്നാമത്തെ മണ്ഡലം. ഇവിടെ സയൻസ് എന്ന് പറയുന്നത്, ബയോളജി എന്ന് പറയുന്നത് ബയോസ് ലോഗോസ്, ജീവനെക്കുറിച്ചും ജീവൻ്റെ അടിസ്ഥാന ധർമ്മങ്ങളെക്കുറിച്ചും ഒരു രോഗം വന്നാൽ ആ രോഗം പ്രകൃതിദത്തമായിട്ട് മാറുമോ എന്നുള്ള ഒരു സമാന ബുദ്ധി തിരക്കുന്ന കുറേ ശാസ്ത്ര സത്യങ്ങളാണ് അവിടെ പഠിക്കുന്നത്.
അതാണ് സയൻസ്. ഞാൻ 100% അതിനെ അംഗീകരിക്കുന്നു. അത് സത്യമെന്ന് ഞാൻ പറയുന്നു. ഓക്കെ, എലിമെന്റൽ തിയറി, അത് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ഓഫ് കോഴ്സ്. അതിനകത്ത് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് ഫാബ്രിക്കേഷൻ കെമിസ്ട്രിയിൽ വരികയും ബയോളജിയെ ബയോ സയൻസ് എന്നൊരു രീതിയിൽ ഒരു ബ്രിഡ്ജ് അല്ലെങ്കിൽ ലിങ്ക് കൊടുത്തുകൊണ്ട് രോഗം എന്ന് പറയുന്നത് ഈ ബയോളജിയുടെ ആപ്ലിക്കേഷനാണ്, ഈ പത്തോളജി ബയോളജിയുടെ ആപ്ലിക്കേഷനാണെന്ന്, ബയോകെമിസ്ട്രി ബയോളജി ആണെന്ന്, അത് ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു അസത്യമല്ലെന്നും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സകല വൈദ്യശ്രേഷ്ഠന്മാരെയും വെസ്റ്റേൺ മെഡിസിൻ എന്ന പേരിൽ പരിപോഷിപ്പിച്ചുകൊണ്ടിരുന്ന ഭരണകൂടങ്ങളാണ് നാളുകൾ ഞാൻ കണ്ടത്. ഇവിടെ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു മെഷീൻ, ഒരു കാർ 5000 അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ സർവീസ് ചെയ്യുന്ന പോലെ മനുഷ്യൻ്റെ ഒരു വർഷത്തെ ബോഡി ചെക്കപ്പ്, അതിങ്ങനെ നമുക്ക് എല്ലാവരും അങ്ങനെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷുറൻസ് പരിരക്ഷ എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു കാർ സർവീസ് ചെയ്യുന്ന പോലെയാണ് എൻ്റെ ശരീരം സർവീസ് ചെയ്യുന്നത്. ഒരുപാട് ഇപ്പോൾ വെൽനെസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അതില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആരോഗ്യം എന്ന് പറയുന്നത് ഏത് ദേശത്തും ഏത് ആൾട്ടിറ്റ്യൂഡിലും ഓക്കെ ഏത് തരം വെള്ളം കുടിച്ചാലും ഏത് പൊള്യൂട്ടൻസ് അഥവാ കെമിക്കൽ ഇല്ലാതെ ഇത് അഴുക്കടന്ന വെള്ളമായപ്പോലും ശരീരത്തിന് അതിൽ നിന്നുണ്ടാകുന്ന ആ വിഷാംശങ്ങളൊക്കെ നിർവഹിക്കാനും തിരിച്ച് പുനഃസ്ഥാപിക്കാനും ഒക്കെ ഉള്ള അതിഭയങ്കരമായ കഴിവ് എല്ലാ ശരീരങ്ങൾക്കുണ്ട്. മനുഷ്യൻ ധനമുണ്ടാക്കുന്നതുകൊണ്ട് മറ്റുള്ള മൃഗങ്ങളെക്കാളും ഇതിനെ അമിതമായിട്ട് ഇതിനെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് അതുകൊണ്ട് ഒരു അധാർമിക കച്ചവടം നടത്തുന്നതെന്നുള്ളൂ. കച്ചവടം നല്ല വാക്കാണ്, ഒരിക്കലും ഞാൻ എതിർത്തില്ല. പക്ഷേ ഇവിടെ തിരിച്ചിലേക്ക് വരാം. ടെക്നോളജി എന്ന് പറയുന്നത് ആയുർവേദം ശാസ്ത്രമല്ല എന്ന് പറയുന്ന യുക്തിവാദികളോടുള്ള ഉത്തരം. അവൻ പറയുന്ന, അവൻ വളർന്നു വന്ന, അവൻ പരിപോഷിക്കുന്ന ഈ ശാസ്ത്രം എന്ന് പറയുന്നത് യഥാർത്ഥ ശാസ്ത്രമല്ല, ഫാബ്രിക്കേറ്റഡ് സയൻസാണ്. അതിനുവേണ്ടി ഏതറ്റം വരെയും സംസാരിച്ച് പോയിട്ട് ജനങ്ങളെ രോമാഞ്ചിക്കൊള്ളിക്കുന്ന വലിയ സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. ഇത് ടെക്നോളജി ആയിട്ടും സയൻസായിട്ടും മാറി ചിന്തിച്ചും മനസ്സിലാക്കി ജീവിക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ പഴം വെച്ച് കൈ കഴുകുന്നു, ഓറഞ്ചും ആപ്പിളും മുന്തിരിയൊക്കെ വെച്ച് കൈ, അതിനകത്ത് എന്താ വെച്ചാൽ തിന്നാൻ പഴമില്ല, പിന്നെ കൈ കഴുകാൻ. ഇത് എന്നൊരു ഉദാഹരണം. ജനം കണ്ണടച്ച് ഇതിനെക്കുറിച്ച് അജ്ഞരായ ഭൂരിഭാഗം ജനങ്ങൾ ഞാൻ കൈ കഴുകുന്ന മുന്തിരിയുടെ സത്ത് വെച്ചാൽ ഇങ്ങനെയുള്ള ഇത്രമാത്രം അറിവില്ലാത്ത ജനങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതൊരു കെമിക്കൽ റവല്യൂഷൻ്റെ ഒരു ഭാഗമാണ് ഈ പറയുന്നത് മുഴുവൻ. ഡോക്ടർ സംസാരിച്ച ബന്ധപ്പെട്ട ഒരു പോയിന്റ് റെലവൻ്റ് ആണ്. ഇത്രയും പറഞ്ഞാൽ സയൻസിനെയും റിസർച്ച് പ്രോസസ്സിനെയും ഒന്നായിട്ട് കാണുന്ന ഒരു വലിയൊരു ഫണ്ടമെൻ്റൽ എററാണ്. അതായത് ഒരു റിസർച്ച് പ്രോസസ്, എക്സ്പെരിമെൻ്റൽ റിസർച്ച് പ്രോസസ്സിനെ സയൻസ് എന്ന് വിളിക്കുക അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിയാലിറ്റി അല്ല. ഒരു എക്സ്പെരിമെൻ്റൽ പ്രോസസ്സിൽ ഒരു ഹൈപ്പോത്തസിസ് വെച്ചിട്ട് ആ റിസർച്ച് മെത്തഡോളജി വളരെ ഷാർപ്പും പെർഫെക്റ്റുമാണ്. ആ റിസർച്ച് മെത്തഡോളജിയുടെ ഔട്ട്പുട്ടിനെ സയൻസ് എന്ന് വിളിക്കുകയാണ് പെട്ടെന്ന്. എക്സാക്ട്ലി. അതൊരിക്കലും സയൻസ് അല്ല, അതൊരു പെർഫെക്റ്റ് റിസർച്ചാണ്. ഇതിൻ്റെ പല വകഭേദങ്ങളാണോ നമ്മളെ സയൻസിൻ്റെ ഇതിൽ തെറ്റിക്കുന്നത്?